കേവലം പോലീസ് റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് RDO പെരുമാറുന്നത്. അതിലാണ് നമുക്ക് വലിയൊരു എതിർപ്പുള്ളത്. RDO പെരുമാറുന്ന അദ്ദേഹം ഒരു മജിസ്റ്റീരിയൽ പവറുള്ള വ്യക്തിയാണ്. അദ്ദേഹം കുടുംബത്തെയും കൂടെ കേൾക്കാൻ RDO തയ്യാറാവുന്നു. അദ്ദേഹം കുടുംബത്തെ കേൾക്കാൻ വേണ്ടി RDO തയ്യാറാവുന്നില്ല. പോലീസ് ഇപ്പോൾ പോലീസിന്റെ കേവലം CRPCയുടെ മാത്രം അടിസ്ഥാനത്തിൽ പോലീസ് പെരുമാറും. ഓക്കെ, പക്ഷേ RDO പെരുമാറേണ്ടത്, ബഹുമാനപ്പെട്ട RDO പെരുമാറേണ്ടത് അങ്ങനെയല്ല. അദ്ദേഹം ഈ കുടുംബത്തിന്റെ കൺസേൺ കൂടെ കേൾക്കണം. കൂടെ അദ്ദേഹത്തിന്റെ മകൻ രാവിലെയും വൈകുന്നേരവും പൂജ നടത്തുന്ന സ്ഥലമാണ്. ഏതെങ്കിലും ഒരു ദുരൂഹ മരണം നടത്തി കുഴിച്ചിട്ട ഒരു ലാഘവത്തിൽ ഈ ഒരു സമാധി സ്ഥലത്തെ കണ്ടുകൂടാ. അവരിതിനെ പൂജയായിട്ട് നടത്തുന്നതാണ്. ഇന്ത്യ ഒട്ടുക്കും കേരള ഒട്ടുക്കും ഇതുപോലെ ഒട്ടനവധി സമാധികളുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇവിടുത്തെ നെയ്യാറ്റിൻകര താലൂക്കിലടക്കം ഇതുപോലത്തെ ഒട്ടനവധി സമാധികളുണ്ട്. ആ സമാധി സ്ഥലങ്ങളെല്ലാം തന്നെ ഭാവിയിലെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെയൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ നമ്മുടെ ഉണ്ട്. ആ തീർത്ഥാടന കേന്ദ്രം 130 വർഷമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് അതിന് സമാനമായിട്ട് അവരുടെ കുടുംബത്തിന്റെ ഒരു ആഗ്രഹമാണ് ഭാവിയിൽ ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും എന്നുള്ളത്. അവരങ്ങനെ പൊരുതി നടത്തി അവർ രാവിലെയും വൈകിട്ടും പൂജ നടത്തുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു ആളെ കുഴിച്ചിട്ട് മാത്രം ഒരു ലാഘവത്തിൽ ഇതിനെ എടുക്കാൻ വേണ്ടി പാടില്ല. RDO ഒരു മജിസ്റ്റീരിയൽ ഓഫീസറാണ്. അദ്ദേഹം കുടുംബത്തിന്റെ കൺസേൺ കൂടെ കേവലം ഒരു പോലീസ് റിപ്പോർട്ടിലെ CRPCയുടെ മാത്രം ഒരു രീതിയിൽ അദ്ദേഹം ഇതിനെ കാണരുത് എന്നുള്ളൊരു ആവശ്യമാണ്. അത് നമ്മൾ RDOയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം മുകളിലുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് നമ്മളോട് ഇപ്പോഴും വാക്ക് തന്നിരിക്കുന്നത്. ആ വാക്ക് വിശ്വസിച്ചാണ് പാവപ്പെട്ട അമ്മ അടക്കം ഓംകാരം മാത്രം ഉച്ചരിച്ചുകൊണ്ട് അമ്മയും കുടുംബവും ഒക്കെ തന്നെ അവിടെ കഴിയുന്നത്. ജെബി തുടരുന്നുണ്ട്. ജിബിനെ, ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞത് ഒരു നോട്ടീസ് നൽകണം അല്ലേ, സമയം നൽകണം അവർക്ക്, അതൊരു വിശ്വാസത്തിന്റെ കൂടി പ്രശ്നമാണ് എന്നാണ് രണ്ടുപേരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്.